പുള്ളി 2-3 പ്രാവശ്യം ഇവിടെ വന്നു. 3 പ്രാവശ്യം വന്നപ്പോഴും അയ്യോ ഇനിയൊന്നും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പിച്ചു വിട്ടു. ശരിക്കും ഇതൊരു ദുരഭിമാന കൊല എന്നൊക്കെ പറയലേ, ഇതൊരു ദുരഭിമാനം കൊണ്ടുണ്ടായ സംഭവമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും എതിരായി കഴിഞ്ഞാണല്ലോ നമുക്കൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. പെൺമക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തം വീട്ടിൽ ഭരിക്കാൻ സ്വന്തം അപ്പനോ അമ്മയോ ആളെ ആരും അനുവദിക്കരുത്. ഇവൻ പൊട്ടറാന്നേ ഈ ജിമ്മി എന്ന് പറയുന്നത്. അവൻ ശരിക്കും ഈ പെങ്കൊച്ചിനെ കൈവെള്ളെ കൊണ്ട് നടത്തുന്ന വേണ്ട. ഇത്രയും കഴിവും പഠിപ്പും ഉള്ള ഒരു പെങ്കൊച്ച്, അവന് അഭിമാനമാണത്. അതുപോലെ ഞങ്ങൾ നീർക്കാട്ടുകാർക്ക് ഓരോരുത്തർക്ക് അഭിമാനം ആകേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നീർക്കാടാണ്. നീർക്കാട് ലൂക്ക് തോമസ് പറയുന്ന ആളുടെ അടുത്താണ്. സാമൂഹ്യ പ്രവർത്തകനാണ്. നേരത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടാണ് ഇദ്ദേഹത്തിന് ജിമ്മിയെയും ജിമ്മിയുടെ പിതാവിനെയും ജിമ്മിയുടെ അമ്മാവിനെയും ഒക്കെ നേരിട്ട് അറിയാവുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞാൻ ഇരിക്കുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ജിസ്മോളുടെ നാടാണിത്. സാറ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ഈ മണ്ഡലത്തിൽ തന്നെ. നേരത്തെ ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഞാൻ കാൻഡിഡേറ്റ് ആയിരുന്നു. ആം ആദ്മി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ മത്സരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ കേസ് നിങ്ങളുടെ അയലോക്കത്ത് നടക്കുന്ന കേസാണ്. ഇതിനകത്ത് എന്താ സാറിൻ്റെ അറിവ് ഇതിനെക്കുറിച്ച്? ഇത് ബേസിക്കലി പറഞ്ഞാൽ ശരിക്കും ഇതൊരു ദുരഭിമാന കൊല എന്നൊക്കെ പറയലേ, ഇതൊരു ദുരഭിമാനം കൊണ്ടുണ്ടായ സംഭവമാണ്. ഈ ദുരഭിമാനം ശരിക്കും ജിസ്മോൾക്കുണ്ടായിരുന്നു. ജിസ്മോളുടെ അമ്മായച്ചൻ ഉപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നു. അതുപോലെ ജിസ്മോളുടെ ഫാദറിനുണ്ടായി. ഈ ദുരഭിമാനം കൊണ്ടാണ്, അതായത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകും എന്ന് കരുതി ഇവർ ഒതുക്കിക്കൊണ്ടാണ് ഇത് വഷളായത്. അറിയിക്കേണ്ട കാരണം ഈ പുള്ളിയുടെ പേര് ജിസ്മോളുടെ ഫാദറിൻ്റെ പേരിന് തോമസ് അല്ലേ. ഞാൻ പുള്ളി പറഞ്ഞ 2-3 പ്രാവശ്യം പുള്ളി ഇവിടെ ഒത്തുതീർപ്പിന് വന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒത്തുതീർപ്പിന് വരുമ്പോൾ പുള്ളി തന്നെയല്ല പറയേണ്ടത്. പുള്ളി വരുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഉപ്പച്ചൻ എന്ന് പറയുന്ന ആളുടെ പുള്ളിയുടെ അപ്പാമാരെയോ അല്ലെങ്കിൽ തൊട്ടടുത്തല്ല ജിസ്മോയുടെ പിള്ളേരവിടെ ഇവിടെ പഠിക്കുന്നുണ്ട്, നഴ്സറി പഠിക്കുന്നുണ്ട്, ആ സ്റ്റേഷനോടോ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനോടോ ഒരു തേർഡ് പേഴ്സൺ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഇവർക്കൊരു നാണക്കേട് വരുന്നു. ഇപ്പം പുള്ളി പറഞ്ഞത് പുള്ളി 2-3 പ്രാവശ്യം ഇവിടെ വന്നു. 3 പ്രാവശ്യം വന്നപ്പോഴും അയ്യോ ഇനിയൊന്നും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പിച്ചു വിട്ടു. പിന്നെ വീണ്ടും ഇപ്പം ഞാനിത് ഈ കാര്യം ബിനോയോട് ചോദിച്ചു. ബിനോയ് അറിയാം, എൻ്റെ സുഹൃത്താണ്, സഹോദരൻ. ബിനോയോട് പറഞ്ഞു അവൻ ഇവിടെ നീർക്കാട്ട് നടക്കുന്ന കാല സംഭവം അറിയുന്നതാണ്. ഞാൻ നീ ഈ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ, എന്നോട് ഈ സംഭവം ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു. ആ ദുരഭിമാനം എന്ന് പറഞ്ഞാൽ അന്ന് സംഭവം നടക്കുമ്പം തന്നെ ഈ ജിസ്മോള് ഉപ്പച്ചനെ വിളിച്ച് പറഞ്ഞെന്നല്ലേ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം തന്നെ ആ ഉപ്പച്ചൻ എന്നാ ചെയ്യേണ്ടിയിരുന്നത്, ജിമ്മിനെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അന്നേരം തൊട്ടടുത്ത നമ്മുടെ ആ ഒരു കുഞ്ഞുവാനൻ പറഞ്ഞുണ്ട് പാലല്ലേ, അല്ലെ ആ തൊട്ടടുത്ത് എടവേ ഇന്ന് ആ പെണ്ണിങ്ങനെ പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞ് 5 മിനിറ്റ് മതി. അവിടുന്ന് ഈ കാരിത്താസ് ഉപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പച്ചൻ്റെ മകനെ ജിമ്മിയോട് പറയണം. ജിമ്മി ചിലപ്പം വല്ല മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും, അന്നേരം എടുക്കണമെന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കണമെന്നില്ല. അപ്പം ജിമ്മിനെ കണ്ടുപിടിച്ച് ജിമ്മിയോട് പറഞ്ഞിട്ട് ജിമ്മി ഇവിടുന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു 10-15 മിനിറ്റ് എടുക്കുകയല്ലേ, ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കും. അപ്പം ആ സംഭവം കൊണ്ട് ഇവിടെ പരിപാടി നടത്തി, അതാണ് പറ്റിയത്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ അയലോക്കത്തോ ആരെങ്കിലും വേണം, സുഹൃത്തുക്കളെങ്കിലും വേണം. അതായത് പറഞ്ഞു ഇത് ദുരഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പച്ചൻ പറഞ്ഞിരുന്നെങ്കിൽ സേവ് ചെയ്യായിരുന്നു, 3 പേരെ സേവ് ചെയ്യായിരുന്നു. അപ്പം പുള്ളി വിചാരിച്ചു അയ്യോ ആൾക്കാരെല്ലാതെ അറിയും, നാണക്കേട് ഉണ്ട്. രണ്ടാമത്തേത് ഈ പുള്ളി ജിസ്മോയുടെ അപ്പൻ തോമസ്, പുള്ളിക്ക് ദുരഭിമാനം ഉണ്ടായിരുന്നു. പുള്ളി തന്നെയല്ല പറയേണ്ടത്, തന്നെ വന്നു കഴിയുമ്പോൾ പുള്ളിയല്ല ഇപ്പോൾ ഈ ബിനോയിയോടോ അല്ലെ അവരോടോ അല്ലെ പള്ളിയിലെ അച്ഛനോടോ അങ്ങനെ 2-3 പേരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരെ കൊണ്ടുവരാം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തകരുള്ളപ്പോൾ അവരോട് സംസാരിക്കാം, ആരോടെങ്കിലും. കാരണം ഞാൻ ഈ സംഭവത്തിൽ ഉപ്പച്ചന് ഇൻവോൾവ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഉപ്പച്ചനാണ് എൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. കുറ്റം ചെയ്യുന്നില്ല എന്നുള്ളതല്ല. കാരണം പുള്ളി പൊട്ടനല്ല. പുള്ളി 5-6 വർഷം പ്രൈവറ്റ് ബസ്സിൻ്റെ കോട്ടയത്ത് പ്രസിഡൻ്റായിരുന്നു, അല്ല കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളാണ് ആ കീ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഈ
അപ്പന്മാർ ചിലപ്പോൾ കൂലിപ്പണിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ മക്കളായിട്ട് പൈസയായി അങ്ങനെ വരുമ്പോഴത്തേനും ചിലപ്പോൾ മക്കൾ പറയുന്നതനുസരിച്ച് നടക്കുകയുള്ളൂ. ഈ അപ്പന്മാർ മിക്കവാറും ഒരു മൂല മാറിയിരിക്കുമായിരിക്കും, മക്കളായിരിക്കും കാര്യം നടന്നത്. പക്ഷെ ഇവിടെ ഇതല്ല, ഇവിടെ പുള്ളിയാണ് ഓളിനോള്. പുള്ളി പറയാതെ ഒരു കാര്യം പോലും അനങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഉപ്പച്ചൻ തന്നെയാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള ഒത്തിരി, പക്ഷെ ഇതിൻ്റെ അകത്ത് 100% ഇത് ആത്മഹത്യ തന്നെയാണ്. കാരണം തലേദിവസം തന്നെ ഇവിടെ അവരെ പുള്ളിക്കാരത്തെ പോയി കണ്ടവരുണ്ട്. ഇത് ആത്മഹത്യയാണെന്ന് പറയാനും ചിലർ പറയുന്നുണ്ട് ഇത് കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്, ആത്മഹത്യ. ഇത് ഇതുവരെ പോലീസ് ഒരു ക്ലാരിഫിക്കേഷൻ അവർക്ക് കൊടുത്തിട്ടില്ല. പോലീസ് ക്ലാരിഫിക്കേഷൻ കൊടുത്തുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആത്മഹത്യ തന്നെയാണ്. ആത്മഹത്യ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം ഇവിടുന്ന് തന്നെ ബീന എന്ന് പറയുന്ന പുള്ളിക്കാരത്തി മേലായിരിക്കുക, പുള്ളിക്കാരത്തെ കാണാനായിട്ട് പുള്ളിക്കാരത്തിയുടെ കൂടെ പഠിപ്പിച്ച ടീച്ചർ പോയായിരുന്നു വൈകിട്ട്. അന്നേരം അവർ സംസാരിച്ച് കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം ആ വേലക്കാരത്തി പറയുന്ന മോളിയുടെ ഒരു ബൈറ്റില്ലേ, മോളിയുടെ ബൈറ്റിൽ മോളി വരുന്നത് എപ്പോഴാണ്? മോളി ഒരു 9 മണിയാകുമ്പോഴാണ് മോളി വരുന്നത്. അപ്പം മോളി വരുമ്പം അത് ആരാ, നിങ്ങളാണ് എടുത്തത്, വേറെ ആരും എടുത്തെന്ന് തോന്നുന്നു. അവരോട് ചോദിക്കുന്നുണ്ടോ അന്നേരം ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജിമ്മിയും ബീനായും രാവിലെ ആശുപത്രിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? അപ്പോൾ ഇവിടെ ഉപ്പച്ചൻ്റെ മാത്രമേ ഉള്ളൂ. ജിസ്മോൾ ഒന്ന് അവിടെ എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തെ അയാൾക്കൊന്നും എന്തോ മരുന്ന് മേടിക്കാനോ ഷുഗറിനായിട്ട് മരുന്ന് മേടിക്കാൻ പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ അകത്തുണ്ട്. അപ്പം ഉപ്പച്ചനില്ല. അപ്പം ഈ ഒരു 9:30 തൊട്ട് ഒരു 11:30 ഇടയ്ക്ക് സമയത്ത് ഉപ്പച്ചനും ഈ ജിസ്മോൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും വാഗ്വാദങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, തലേദിവസത്തെ പ്രശ്നങ്ങളുണ്ടാകാം. അത് കഴിഞ്ഞാണ് ഉപ്പച്ചൻ അവിടെ ചെന്നിട്ട് കാര്യത്തിൽ ചെന്നിട്ട് വിളിച്ചു പറയുന്നത് ജിമ്മിനെ. കാരണം ഈ ജിസ്മോള് ഉപ്പച്ചനെയാണ് വിളിച്ച് പറയുന്നത്, അല്ലേ, ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. അപ്പം അന്നേരം പുള്ളി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, പുള്ളി അന്നേരം അയലോക്കത്തുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് അത് തടയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ മോളെ നീ അങ്ങനെ ചെയ്യരുതെന്നൊന്ന് പറയാമായിരുന്നു. ഞാൻ വരട്ടെ, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ, അങ്ങനെ തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് പറയണമായിരുന്നു. ഇനി അതിലും ബിയോണ്ട് കൺട്രോളിലാണെങ്കിൽ ഇവള് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉടനെ തൊട്ടടുത്തുള്ള ആളെ പെട്ടെന്ന് കയറണം. എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവളിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ, നീ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കണമെന്ന് തൊട്ടടുത്തുള്ള ആളോട് പറയാം, അല്ലെ മഠത്തിൽ പറയാം, അല്ലെ ആരോടെങ്കിലും പറയാം. സാധനം പറഞ്ഞില്ല. അതേ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ദുരഭിമാനം കൊണ്ടുണ്ടായ സംഭവം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരറിയും. ഇത് ചിലപ്പോൾ തടയാൻ പറ്റും. തടഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തം അറിയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർക്ക് അതൊരു മൊത്തം നാണക്കേടായി. അതാ ഞാൻ പറഞ്ഞു, ദുരഭിമാനം 3 പോയിന്റുണ്ട്. അതായത് ഒന്ന് ഉപ്പച്ചൻ്റെ ഭാഗത്തുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തോമസിൻ്റെ ഭാഗത്ത് 2-3 പ്രാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും 2-3 പേരെ കൂട്ടി വരണം, അല്ലെങ്കിൽ ഇവിടെയുള്ള കുറച്ച് പേരെ അറിയിക്കണം. പക്ഷേ ഇത് വിവാഹം നടക്കുമ്പം ഇത് സ്വന്തം ഇഷ്ടത്തിൽ ആഗ്രഹിച്ചിട്ട് നടക്കുകയും അതിനുശേഷം ഈ വിവാഹം വേണ്ടാന്നൊരു തോന്നൽ അവർക്ക് വരികയും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരികയും ചെയ്തു. ആർക്ക്? ഈ ഉപ്പച്ചൻ്റെ വീട്ടുകാർക്ക്. അതിനങ്ങനെ വരാൻ കാര്യം, കാരണം ഈ ജിസ്മോളുടെ പിതാവ് വീട്ടിലേക്ക് വന്ന് ആദ്യമായിട്ട് വരികയാണ്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം വരുമ്പോൾ ഉപ്പച്ചനെ കാണുന്നില്ല. അപ്പം ചോദിക്കുന്നുണ്ട് ഇച്ചാൻ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഉറങ്ങുവാണ്. ഈ 2 മണിക്കൂർ പുള്ളി അവിടെ ഇരുന്നിട്ടും ഇദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു. കല്യാണത്തിൻ്റെ ഇടയാണോ അത് കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യത്തെ വരവിനാണോ? അപ്പം തൊട്ടേ അന്നേരം തൊട്ട് ഇവർക്ക് ഈ കളർ കുറവ്, ഇത് 20 ലക്ഷം രൂപയുടെ കൊടുത്തുള്ളൂ, അത്രയൊന്നും കിട്ടിയാൽ പോരാ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ അതിനെക്കാട്ടി കൂടുതൽ കൊടുത്തു, അത്തരം ഈ പരാതികളൊക്കെ ആയിട്ട് ജിസ്മോൾ സാരമില്ല ഇതെല്ലാം പറയുകയും അതൊക്കെ ഉണ്ടാകാമായിരിക്കും. കാരണം പിള്ളേരെ കെട്ടിച്ച് 15 ലക്ഷം 20 ലക്ഷം കൊടുത്ത് ഇവിടുന്ന് കുറച്ചേ കിട്ടിയുള്ളൂ എന്നൊക്കെ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ അതൊന്നുമല്ല. അതൊക്കെ ഇപ്പോൾ ഈ അമ്മായിയമ്മയുടെ കാര്യം, ബീന ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ അമ്മായിയമ്മയുടെ ഇതും വർത്തമാനവും കാര്യങ്ങളും. പക്ഷേ ഇത് ഒരു പെൺകുട്ടി മരിക്കണമെങ്കിൽ അവൾ നിൽക്കുമ്പോൾ അവളുടെ എതിരായിട്ട് അവളുടെ ഹസ്ബൻഡ്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ ഇവരെല്ലാവരും കൂടി എതിരായി കഴിഞ്ഞാണല്ലോ, നമ്മൾ എത്ര ബോൾഡാണെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇവള് ഭയങ്കര ബോൾഡാണ്, ഇവൾ അഡ്വക്കേറ്റാണ്, ഇവളിപ്പോൾ നോട്ടറി കിട്ടി, ഭയങ്കര ഇവൾക്ക് എന്തുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡൈവേഴ്സ് ഇത് കൊടുത്താൽ പോരാ, എന്തിനും ആത്മഹത്യ ചെയ്തു, അത് സാധിക്കില്ല. എത്രയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും എതിരായി കഴിഞ്ഞാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവർ വയലൻ്റ് ആവും, അല്ലെങ്കിൽ പിന്നെ അവർ സൂയിസൈഡിലേക്ക് പോകും. ഒന്നുകിൽ അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, എല്ലാവരെയും കൊല്ലുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത് ഇതാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്.
പക്ഷേ ഇതിനകത്ത് ഈ കൊലപാതകമാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറിനകത്ത് വെള്ളമില്ല, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഇങ്ങനെ ഒരാൾ മുങ്ങി മരിക്കുന്നത്, അതേപോലെ തന്നെ ഈ കുട്ടിയുടെ തല പൊട്ടിയിരുന്നു, ഇളയ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ വയറ്റിലും വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആണ് ഈ വെള്ളം ഇല്ലാതെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ കൂടി അന്ന് ആ ബോഡി അന്ന് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇവൻ എടുക്കുമ്പോൾ തന്നെ ബോഡിക്ക് ചെറിയ ചൂടുണ്ട്, ഈ ഇതിലെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പം തലേദിവസം കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഇത് കമത്തി കിടത്തി ഇത് കൊടുത്തു, CPR കൊടുത്തു. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ തോന്നും നമുക്ക്, ബോഡി ചൂടുണ്ടായിരുന്നു. അത് ഒരു CPR കൊടുത്തു, വയറ്റിലെ ഇതെല്ലാം കളഞ്ഞിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പം അവൻ്റെ ഷട്ടയിലും എല്ലാം ചോര പറ്റി, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അപ്പം തലേദിവസം കൊണ്ടുപോയിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടെ മറ്റേ പട്ടണമാലത്തിൽ കൊണ്ടുപോയി, അതൊക്കെ ശുദ്ധ നുണയാണ്. പിന്നെ കാരണം നമുക്ക് അതിപ്പോൾ എന്നാണെന്നറിയോ, എനിക്കൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് ഇതറിയാം. ഇപ്പം ഈ ഒരു സംഭവം വേറെ സ്ഥലത്താണെങ്കിലുണ്ട്, ഇങ്ങനെ യൂട്യൂബേഴ്സിൽ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ശരിയായിരിക്കും കേട്ടോ, അവർ ചിലപ്പോൾ 2 ദിവസം മുമ്പ് ഇട്ടതായിരിക്കും, അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പക്ഷേ ഇത് പക്ഷേ വേറെ കാര്യമുണ്ട് സാറേ, അത് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബോഡി കണ്ടതാണ്. ഈ ബോഡി പഴുത്ത് വീർത്തിട്ടില്ല, പച്ചയ്ക്ക് വെച്ച ബോഡിയായിരുന്നു, ബ്ലഡും വരുന്നുണ്ട്. അതെ, അത് നമ്മൾ ബോഡി കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇത് പഴുത്ത് വീർക്കും, വയറ് വല്ലാതെ വീർക്കും, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അവർ പറയുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ വെള്ളമല്ല വന്നത്, നൊരയുമ്പതയമാണ് വയറ്റിൽ നിന്ന് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ CPR കൊടുത്തപ്പോൾ വെള്ളം കളഞ്ഞതിൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റില്ല. അവിടെ എടുത്ത് കുറച്ച് കൊടുത്തല്ലോ. അതെ, ജിസ്മോളൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇവൻ തന്നെ CPR കൊടുക്കാമെന്ന് അവരെല്ലാം കൂടെ കമത്തി കിടത്തിയിട്ട് കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ളത് 100%. പക്ഷേ ആത്മഹത്യ ആണെന്ന് ഓർത്തുകൊണ്ട് ഇത് ഒരു പീഡനമാണ്. അല്ല, അതിൻ്റെ പിന്നിൽ അതല്ലേ എന്തുകൊണ്ട് ആത്മഹത്യ? കാരണം ഇവളൊരു പൊട്ടിയല്ല, ഇവള് വളരെ ബോൾഡായിട്ടുള്ളൊരു പെണ്ണാണ്. ഇവള് LLM പഠിച്ച പെണ്ണാണ്, PG എടുത്ത പെണ്ണ്. അവൾ നോട്ടറിയായി, പിന്നെ അവളെ ബാങ്കിലൊക്കെ അഡ്വൈസർ മെമ്പറാണ്. അപ്പോൾ അവൾ ഉടനെ ചിലപ്പോൾ അവളൊരു PP ആവും, പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ അതുപോലെ ബോൾഡായിട്ടുള്ള ഒരു പെണ്ണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ തക്കതായ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതാണ് വെളിയിലേക്ക് വരേണ്ടത്. അതെന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വരണം, അതാണ് നമ്മൾ ഈ പോലീസാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. കാരണം ആദ്യം തോമസ് കൊടുക്കുമ്പോൾ 1-ാം പ്രതി ഉപ്പച്ചനിലല്ല, ഉപ്പച്ചൻ പിക്ചറിലില്ല. ഉപ്പച്ചൻ വീണ്ടും 1-ാം പ്രതിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൽ മറ്റേ മോക്കോ മകൾക്ക് അയച്ചില്ലേ, ഇന്ന് ഒരു വീട്ടിലൊരു ആത്മഹത്യ, അതൊരു സോളിഡ് എവിഡൻസാണ്. അത് വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ 1-ാം പ്രതി ആക്കിയത്. അതുകൊണ്ട് ഈ പോലീസിൻ്റെ നടക്കും. അതുകൊണ്ട് ഈ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല, തൃപ്തികരമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. എനിക്കറിയത്തില്ല, കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഉപ്പച്ചനെ പ്രതിപറ്റി ചേർക്കണ്ടല്ലോ. പോലീസ് തന്നെയല്ലേ. അതായത് തോമസ് പരാതി കൊടുത്തതിൻ്റെ അകത്ത് 1-ാം പ്രതി ജിമ്മി, 2-ാം പ്രതി ബീന, 3-ാം പ്രതി ദീപ. ഉപ്പച്ചൻ ഇല്ല, സീനിലില്ല. പക്ഷെ ഉപ്പച്ചൻ 2-ാം പ്രതി ആയി. അപ്പോൾ ഈ അവരത് ഈ എല്ലാ കാര്യങ്ങളും ഈ ആക്ഷൻ കൗൺസിൽ അല്ലെ ആളുകളോട് പറയേണ്ട കാര്യമുണ്ടോ? അവരവരുടെ രീതിയിൽ പ്രോപ്പറായിട്ട് പോയി കാണണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വോയിസ് കോള് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിനെ 1-ാം പ്രതിയാക്കി. അപ്പം അവർ ഈ പണ്ടത്തെ പോലീസാണെങ്കിലും പണ്ടത്തെ ഒന്നും നോക്കിയല്ലേ, ഇപ്പം അമ്മായിമ്മ പണ്ടെന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ കളർ കുറവല്ല, സ്ത്രീനെ പൈസ കുറവാന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഒരു പെണ്ണൊന്നും ആത്മഹത്യ ചെയ്യില്ല. അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കെട്ടിയവൻ, അതേ ഉള്ളൂ, സ്വന്തം കെട്ടിയവൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ പിന്നെ എടി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, കാര്യം അമ്മ ഇപ്പം അങ്ങനെ മേലാതിരിക്കുക, കാരണം എന്തെങ്കിലുമൊക്കെ പറയാം, അത് ആരെയും ഞാൻ ചിലപ്പോൾ അവരുടെ മുമ്പ് ചിലപ്പോൾ നിന്നെ കുറ്റം, അതൊന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ എൻ്റെ അഭിപ്രായം താൻ പൊട്ടണം, ഈ ജിമ്മിന്ന് പറയുന്നത്. അവനൊക്കെ ശരിക്കും ഈ പെൺകൊച്ചിനെ കൈവെള്ളം കൊണ്ട് നടക്കേണ്ടതാണ്. കാരണം നീറിക്കാട്ട് ഒരു നോട്ടറി ഇല്ല, ഒരു അഡ്വക്കേറ്റ് ഇല്ല. അപ്പം ഈ ജിസ്മോള് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ ഞങ്ങൾക്ക് നീർക്കാട്ടുകാർക്ക് ഒരു തീരാ നഷ്ടമാണ്. നീർക്കാട്ട് ഇടവകയല്ല, നീർക്കാട്ടുകാർക്ക് തീരാ നഷ്ടമായി. കാരണം ഈ മരിച്ച വ്യക്തികളെന്ന് പറഞ്ഞാൽ എവിടെയൊന്നും വലിഞ്ഞു കയറി വന്നതല്ല. അവർ ഈ നീർക്കാട്ട് കരയിലുള്ള 3 വ്യക്തികളാണ്. ഒരു കുടുംബത്തിലെ വ്യക്തികളാണ് കുറ്റാരോപിതരും ഈ മരിച്ചവരും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഇന്ന സൈഡ് നിൽക്കുന്നതെന്നുള്ളൂ. സത്യം വെളിച്ചത്ത് പറയണം. എന്താണേലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ആത്മഹത്യക്ക് പിന്നിലുണ്ടായ കാരണങ്ങൾ, ആ കാരണം അത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. കുറ്റക്കാർ ഇതിൻ്റെ അകത്ത് ഉള്ളവരുണ്ട്, അവർ ശിക്ഷിക്കപ്പെടണം. അതാണ് നീതി.
അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഈ ആക്ഷൻ കോൺസ് നടത്തുന്ന പോലെ അവർ അത് ചെയ്യണം. കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ ഡയലോഗ് പറയുമല്ലോ എന്നാ, സത്യത്തെ മറച്ചു വെക്കാം, സത്യത്തെ മൂടി വെക്കാം, പക്ഷേ എന്നാ ഒരു നാളത് ഇപ്പോൾ തിരിച്ചു വരും, പിക്ചർ വരും, അങ്ങനെ ചുമ്മാ വരുമോ? ഇപ്പം മമ്മൂട്ടിയുടെ ഒരു സിനിമ തോന്നുന്നു, ട്രൂത്തിലാന്ന് തോന്നുന്നു, അത് പറയുന്നുണ്ടല്ലോ, ഒരു നാളത് പുറത്ത് വരിക തന്നെ തന്നെ അതൊരു കോസ്മിക് ലോയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നിൽ ആൾ നിൽക്കണം, അല്ല ചുമ്മാ സത്യം ഇങ്ങനെ പൊങ്ങി വരുമോ? സത്യം പൊങ്ങി വരണമെങ്കിൽ അത് വർക്ക് ചെയ്ത് അതിൻ്റെ പിന്നിൽ ആൾ ചെയ്ത് ചേസ് ചെയ്ത് അത് സത്യം കണ്ടുപിടിക്കണം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഗമനം എന്ന് പറഞ്ഞാൽ ഇത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അത് കണ്ടുപിടിക്കണം. അത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. ആദ്യം ഇപ്പം എൻ്റെ രീതിയിൽ അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് തോന്നി. ഇനിയിപ്പോൾ പക്ഷേ ഇപ്പം എനിക്കറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കെട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ ഇപ്പം ഇന്ന് തന്നെ ഞങ്ങൾ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം അവരുടെ വളരെ ക്ലോസ് ബന്ധുക്കളാണ്. ജിസ്മോളുടെ ചേച്ചി, അച്ഛൻ്റെ പെങ്ങളുടെ മോള്, അങ്ങനെ ഒത്തിരി ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലൊന്നും എല്ലാ ഫംഗ്ഷനും അവൾ വന്നുകൊണ്ടിരുന്ന കല്യാണത്തിന് മുമ്പ് വരെ, കല്യാണത്തിന് ശേഷം ഒരു ഫംഗ്ഷനും അവൾ വരത്തില്ല, ഇവൻ വിടത്തില്ല. ഒടുവിലൊരു കല്യാണത്തിന് ഇവൻ പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് സഹോദരനോട് പറഞ്ഞു. സഹോദരൻ വന്നിട്ട് ചേച്ചിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നു പറഞ്ഞ് കള്ളം പറഞ്ഞ് ആണ് അവളെ കല്യാണത്തിന് കൊണ്ടുപോയത്. അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ പെങ്ങളും അല്ലേ, അവരുടെ മകളല്ലേ, അവരത് മുൻകൈ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അത് പബ്ലിക്കെന്നല്ല അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ട് വേണമായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം ജിസ്മോളുടെ വിഷയം എന്ന് വെച്ചാൽ, ജിസ്മോളുടെ അടുക്കലേക്ക് ഒരു ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കാക്കി അത് ഡിവോഴ്സിലേക്ക് വരണം എന്ന് പറഞ്ഞ് ജിസ്മോളുടെ അടുക്ക് വരുമ്പോൾ ജിസ്മോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വക്കീലിൽ നിന്ന് മാറി ഒരു മനുഷ്യത്വമുള്ള സ്ത്രീയായി മാറി അവരോട് രണ്ടുപേരോട് സംസാരിച്ചിട്ട് അവരെ തമ്മിൽ യോജിപ്പിച്ച് വിടുന്ന ഒരു സ്വഭാവമാണ് ഇവക്കുള്ളത്. ഈ സ്വഭാവക്കാരി ഇവള് പറയുന്നത്, ഞാൻ എങ്ങനെ പോയിട്ട് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കും വരുന്നവരെ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ 3 പോയിന്റ് ഞാൻ പറഞ്ഞില്ല. ദുരഭിമാനം എന്നുള്ളത്, ജിസ്മോക്കും ദുരഭിമാനം ഉണ്ടായിരുന്നു. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവള് ഫാമിലി കേസുകളെല്ലാം ചെയ്യുമ്പോഴത്തേനും എൻ്റെ വീട്ടിൽ തന്നെ ഈ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേനും അവിടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് അവളും പരമാവധി ഒതുക്കിയത്. അവരെന്നോട് ചോദിക്കത്തില്ല നിന്റെ ഭർത്താവ് എവിടെ. അതെ, കറക്റ്റാ. അതും ചെയ്തു. അതൊരു ദുരഭിമാനമായി അവളും. അതേ പറഞ്ഞു, 3 പേർക്കും ദുരഭിമാനമായിരുന്നു. ഉപ്പച്ചന് ദുരഭിമാനം ഉണ്ടായിരുന്നു, ഈ പെങ്കൊച്ചന് ദുരഭിമാനം ഉണ്ടായിരുന്നു, ഈ തോമസ് എന്ന് പറയുന്നത് പുള്ളിക്കും ദുരഭിമാനമുണ്ട്. പുള്ളിയും ശരിയാ, മകളല്ലേ, പുള്ളിയും പരമാവധി പബ്ലിക് അറിയാതെ ഒതുക്കി തീരാൻ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ പുള്ളിയും ചെയ്തു. അതാണ് ഈ പറ്റിപ്പോയത്. അതുപോലെ തന്നെ ഈ നേരത്തെ ഇത് ഒഴിവാക്കാമായിരുന്ന സംഗതിയാണ്, ഒഴിവാക്കാമായിരുന്നു. നേരത്തെ ജിസ്മോളുടെ കേസിൽ ജിസ്മോൾക്ക് ഇവിടെ വഴക്കുണ്ടാകുമ്പോൾ എപ്പോഴും ജിസ്മോളുടെ സൈഡിൽ നിന്നത് ഉപ്പച്ചൻ എന്ന് പറയുന്ന ജിമ്മിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ വീണ ടീച്ചർ പറയുന്നത് എന്തോ, നിങ്ങൾ തമ്മിലാ ഇപ്പം അടുപ്പം എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിലേക്ക് ആ കേസിനെ കൊണ്ടുപോയി. അത് കഴിയുമ്പം പിന്നീട് ഉപ്പച്ചൻ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയായി. അല്ല, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഉപ്പച്ചൻ എന്ന് പറയുന്നത് ഒരു പൊട്ടനല്ല, നല്ല കഴിവുള്ള പുള്ളി ബോൾഡായിട്ട് നിൽക്കണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, പുള്ളി ബോൾഡായിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കുകയില്ലായിരുന്നു. അതിപ്പോൾ ചില വീട്ടിൽ അങ്ങനെയാണ്. അതായത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, കലഹപ്രിയായ ഭാര്യയോടൊപ്പം താമസിക്കുന്നതിലും നല്ലത് എന്താ, തട്ടുംപുറത്ത് താമസിക്കുകയാണ്. അങ്ങനെ ഒരു ബൈബിളിലൊരു വാക്യമുണ്ട്. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ കണവണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്. അതിനെ നിയന്ത്രിച്ച് നിർത്തണം. അപ്പം നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ പബ്ലിക് അറിയും. അതൊക്കെ ആയിരിക്കും പുള്ളി ആ ഒരു ദുരഭിമാനം വെച്ചിട്ടാണ് പുള്ളി ഇതെല്ലാം ഒതുക്കി പോയത്. പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി? 3 ജീവൻ പോയില്ലേ, നീറിക്കാട്ടുള്ള 3 ജീവൻ. ഒടുവിൽ ഈ ബീന ടീച്ചറും ജിസ്മോളുമായിട്ട് വഴക്കായി. അതിനകത്ത് ജിമ്മി ഇടപെടുമ്പോൾ ഉപ്പച്ചൻ ജിമ്മിയോട് പറയുന്നുണ്ട്, എടാ നീ കാരിത്താസിന് അടുക്കലെങ്ങാനും പോയി ഒരു വീടെടുത്ത് അവിടെ പോയി താമസിക്കും, ഞാൻ 35 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക ഇവളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നെ എന്തോ അത് ഈ സഹോദരനോട് ജിസ്മോട് പറയുന്നതാണ്. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ ഉള്ളൂ, ആ ആളിനെ ഇങ്ങനെ നിശബ്ദമാക്കിയിരിക്കുന്നത് ബീന ടീച്ചർ ഇങ്ങനെയാണെന്ന്. അതാണ് ഈ ലാസ്റ്റ് വന്നപ്പോൾ പുള്ളി മാറി. ശരിക്കും പറഞ്ഞാൽ ഈ പെൺമക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തം വീട്ടിൽ ഭരിക്കാൻ സ്വന്തം അപ്പനോ അമ്മയോ ആളെ ആരും അനുവദിക്കരുത്. ഈ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് അവരിവിടെ വന്നിട്ടാണ് അവർ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഓക്കെ. അപ്പോൾ പെണ്ണ് UK എങ്ങാണ്ടല്ലേ, ഇടയ്ക്ക് അവധിക്ക് വരുന്നു, അപ്പനും അമ്മയും കാണുന്നു, വർത്താനം പറഞ്ഞ് നല്ല 2 ദിവസം കിടക്കുന്നുള്ളതല്ല. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇവർ ഇൻവോൾവ് ആകരുത്. അങ്ങനെ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഇവരത് തടയണം, ഉപ്പച്ചൻ തടയണം. ഇത് ഇവിടുത്തെ പ്രശ്നം, നിന്നെ കെട്ടിച്ചു വിട്ടു, നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേനും ഇവളെ വിളിച്ച് പറയും, അവളൊന്നുകൂടെ കയറ്റി. അതുകൊണ്ടല്ല ഇപ്പം ഇന്നൊരു ആത്മഹത്യ നടക്കുന്നു, ഉപ്പച്ചനെ ഈ ദീപയെ വിളിച്ച് പറയാൻ കാര്യമുണ്ടോ?
അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. ഈ ദീപ ഓരോ ദിവസവും ജിസ്മോളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതിൻ്റെ ക്ലാസ് എടുക്കുമായിരുന്നു ഫോണിൽ കൂടെയാണ്. എന്നാണ് ഈ ജിസ്മോൾ സഹോദരൻ പറയുന്നത്, എന്നെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്നത് ദീപ അവിടെ നിന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് ഇവൻ വയലൻ്റ് ആയിട്ട് അങ്ങനെ പാടില്ല. അല്ല, അവൻ്റെ ജിമ്മിയുടെ വൈഫല്ലേ ജിസ്മോള്. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവൻ പൊട്ടനാന്നേ ഈ ജിമ്മി എന്ന് പറയുന്നത്. അവൻ ശരിക്കും ഈ പെങ്കൊച്ചിനെ കൈവെള്ളെ കൊണ്ട് നടത്തുന്ന വേണ്ട. ഇത്രയും കഴിവും പഠിപ്പും ഉള്ള ഒരു പെങ്കൊച്ച്, അവന് അഭിമാനമാണത്. അതുപോലെ ഞങ്ങൾ നീർക്കാട്ടുകാർക്ക് ഓരോരുത്തർക്കും അഭിമാനം ആകേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഏത് ലെവലിൽ വരേണ്ട, ജഡ്ജി വരെ ആകേണ്ട ഒരു പെങ്കൊച്ചല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നീർക്കാട്ടുകാരെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. കാരണം ഇവരും കുറ്റാരോപണം ഇവരെല്ലാം നീർക്കാട്ട് ഇടവകയിലെ അല്ലെങ്കിൽ നീർക്കാട്ട് കരയിലെ വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വേർതിരിവ് കൊണ്ട് കാര്യമില്ല. അല്ലാതെ ഇപ്പോഴും ഈ പലരുടെയും ചിന്ത എന്നാണെന്നറിയാം, അവർ ചെറുകരയെന്ന് വന്നതല്ലേ എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെയല്ല, അവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തുകാരിയാണ്. അവരുടെ ആ പിള്ളേരുടെ ഓടുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടമാങ്കൽ ബ്ലഡാണ് ഓടുന്നത്, അവിടുത്തെ ബ്ലഡാണ്. അപ്പോൾ അവർ വേറെ വീട്ടിലല്ല, അവർ ശരിക്കും നീറിക്കാട്ടെ ആ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് ഈ മരിച്ച ആൾക്കാർ. ഈ പള്ളിയിൽ അടക്കം ചെയ്യേണ്ട ബോഡിയാണ്. പിന്നെ അതെ, ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് പിന്നെ അങ്ങനെയായത്. അതെ, ബിനോയ് ഒരു കോൺഗ്രസ്സുകാരനാണ്, ജിസ്മോൾ ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആരോടൊപ്പമാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പം അവരിപ്പം പബ്ലിക്കിലേക്ക് ആരും വരികയില്ല. ഞാൻ ഇവരുടെ എതിര് നിന്ന് കഴിഞ്ഞാൽ അവരെന്നാ വിചാരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ളവരെന്ന് കൂടുതൽ ആൾക്കാരും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ കൂടെ ആയിരിക്കുമല്ലോ. അവളോട് അത്രയും കണക്ഷൻ വരുന്നിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ലല്ലോ. അവൾക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടായിട്ട് മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് അതിങ്ങനെ ഞാനും കേട്ടോ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല, സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല. അതൊക്കെ ഈ ഒത്തിരി ഇങ്ങനെ ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതിപ്പം അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരു നല്ല വ്യക്തിത്വമുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അഭിമാനമായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി നേരിട്ടിടപെട്ടാണ് അവളെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ പാടൊന്നുമില്ല. ഇല്ല, അതൊന്നുമില്ല. ബിനോയ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും ഇൻവോൾവ് അല്ല. പക്ഷേ ബിനോയ് ഇവരുടെ പെണ്ണിൻ്റെ അമ്മാച്ചനോ അല്ല ജിമ്മിയുടെ അമ്മാച്ചനാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു കേസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഇവനും നടക്കും, അത് ഉറപ്പല്ലേ. അവർ കേസിനും അല്ലെ വക്കീലിനെ കാണാനും അത് കാര്യങ്ങൾ നടത്താനും ഒക്കെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അത് മുമ്പേ പറഞ്ഞ പോലെ ഈ ഫോണ് ബിനോയ് വിളിച്ചെന്ന് അതിലൊന്നും നടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോൾ ഇവിടെ ഫോൺ വെച്ചിട്ട് പോയി കഴിയുമ്പോൾ ഈ ഉപ്പച്ചന് നേരെ ആ തോമസിനെ വിളിക്കാനൊരു ബുദ്ധിമുട്ട് വരും. ഇതുപോലെ നിങ്ങളുടെ മകളെ കാണുന്നില്ലെന്ന് പുള്ളി എങ്ങനെ വിളിക്കും. അതുകൊണ്ടാണ് ബിനോയെ കൊണ്ട് വിളിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ജിസ്മോളുടെ ഫോണിൽ കൂടിയാണ്. കാരണം വിളിക്കുന്നവരുടെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ആശംസ അച്ഛൻ അവിടെ നിന്ന് വിശ്വാശംസ നേരിട്ട് നേരാനായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നു. സഹോദരൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. സുഹൃത്ത് നീള എന്ന് പറയുന്ന സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ തലേ ദിവസം ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ആ ഫോൺ പിന്നീട് ശബ്ദിക്കുന്നത് ബിനോയിയുടെ കയ്യിലാണ്. പക്ഷെ ബിനോയ് ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് കയറി ബിനോയി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പച്ചനെ പോലെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം ഉപ്പച്ചനെ വിളിക്കാൻ ഒരു മടി വരും. അപ്പം കൊടുത്തു കാണും, അതൊക്കെ കാണാം. അങ്ങനെ ഇപ്പം ആൾക്കാരിങ്ങനെ എല്ലാ സംശയത്തിലും നോക്കിക്കഴിഞ്ഞാൽ പറയാം. പക്ഷെ ഇവരൊന്നും ബിനോയ് ഇതിൻ്റെ അകത്തൊന്നും ഡയറക്റ്റ് ഇൻവോൾവൊന്നുമല്ല, അതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ചാനലുകാർ പറയുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇവരെന്തെങ്കിലും ഇപ്പം ബിനോയുടെ പെങ്ങളും അളിയനും അല്ലേ, അപ്പോൾ അവരുടെ കേസ് അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഇവനൊരു ഡ്യൂട്ടിയല്ലേ. അപ്പോൾ അത് ചെയ്യും അവർ, അത് സ്വാഭാവികം. ആരാണെന്ന് പറഞ്ഞാലും ചെയ്യുക, അത്രേ ഉള്ളൂ. ആരുടെ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവരൊക്കെ എല്ലാ ദിവസവും, ഞാൻ എല്ലാ ദിവസം പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ ഞായറാഴ്ച മാത്രമേ പോകാറുള്ളൂ. ഇവരെല്ലാ ദിവസം പോകുന്നതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് പള്ളി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളി മിക്കവാറും ഫ്രണ്ടിലായിരിക്കും, ഞാൻ കുറച്ച് ബാക്കിലായിരിക്കും. ഇവരൊക്കെ എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നു, അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോയി അല്ലെങ്കിൽ നല്ല ആൾക്കാർ, ഒരുത്തൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും. ഈ കൂടത്തായി മോളി ജോളി വലിയ പള്ളിയിലെ ആളായിരുന്നു. വേദപാഠം വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ കാര്യമുണ്ടോ? എത്ര പേരെ ഉണ്ട്? 5-6 പേരെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയവരെല്ലാം നല്ലവരാണെന്നോ അല്ല പള്ളിയിൽ പോകാത്തവർ മോശമോ അങ്ങനെയൊന്നുമില്ല. ജിമ്മി അവധിയിൽ പ്രവേശിച്ചോ, ജിമ്മിയെ പേര് പറഞ്ഞു വിട്ടോ എന്നുള്ള ഡൗട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ജിസ്മോളുടെ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ ജിമ്മിയുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആളിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജിമ്മി നല്ല മനുഷ്യനാണ്, ഭയങ്കര സാധുവാണ്, ജിമ്മി ഒരിക്കലും ഒരാളെ അടിക്കത്തില്ല,
ഒരിക്കലും അങ്ങനെ പെരുമാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല, അത് തന്നെ ഇപ്പം ഈ ഒരു സംഭവം നടന്നില്ലേ, ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനും അതല്ലേ പറയുള്ളൂ. ജിമ്മിയെക്കുറിച്ച് ചോദിക്കാൻ അവർ നല്ലൊരു പാവം ചെറുക്കാനെന്നല്ലേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കൊന്നും പുറമേ ഉള്ളതും ഇവരുടെ ഉള്ളിലാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അത് പിന്നെ കൂടത്തായിലെ ജോലിയുടെ കാര്യം പറഞ്ഞത് അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു മറുവശമുണ്ട്. ഇപ്പം ജിസ്മോൾ വളരെ ബോൾഡാണ്. ഇപ്പം നമ്മളെല്ലാവരും പറയുന്നത് ഇവിടെ ഒരു വക്കീലല്ലായിരുന്നു, നമുക്ക് ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് ഇവർക്ക് മാറാൻ മേലായിരുന്നു, നമുക്ക് അവിടെ സ്വന്തം വീടുണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ. ഷൈനയുടെ കേസ് പോലെ ഷൈനയുടെ എല്ലാവർക്കും വരിഞ്ഞു കുറുക്കിയില്ല. ഇതിപ്പോൾ സപ്പോസ് അങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ചു, ഇവിടെ ഡൈവോഴ്സ് നോട്ടീസ് വെച്ചു ഇവരുമായിട്ട് വേർതിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള നീർക്കാട്ടുകാരുള്ള എല്ലാവരും പറയും, കണ്ടോ ആ പാവം ഒരു ചെറുക്കനാണ്, ഇവനൊരു പാവം, അവനെ ഇട്ടേച്ചു, അവക്ക് ഇട്ടേച്ചു പോയി, ഇവളാരാണ്, ഇവളിവിടെ നിൽക്കുന്നതല്ല, അവൾ ഭയങ്കര അതുകൊണ്ട് അവൾ പോയെന്ന് ആൾക്കാർ വേണം തിരിച്ചു പറയും. അവൾക്ക് കോടതി അത് പറയും, അവൾക്ക് വേറെ ആളുണ്ട്, അതുകൊണ്ടാണ് നോക്കിയാൽ പാവം ചെറുക്കാൻ ജിമ്മി അല്ലെ ഉപ്പച്ച അവരെല്ലാം പാവം എന്ന് ഈ ആൾക്കാർ തിരിച്ചും പറിച്ചും പറയും. അത് ശരിയാണ്, അത് സത്യമാണ്. അപ്പോൾ നേരെ തിരിയും. എന്താണ് ഇതിൻ്റെ ഇതേ ഉള്ളൂ. ശരിക്കും ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് പലർക്കും ബാധ്യതയുണ്ട്. അത് ഉണ്ടായിരുന്നു. ജിമ്മിക്കുണ്ടായിരുന്നു, ഈ ഉപ്പച്ചനുണ്ടായിരുന്നു, ജിസ്മോക്കുണ്ടായിരുന്നു, തോമസിനുണ്ടായിരുന്നു. പക്ഷേ ഈ 4 പേരിൽ ഏറ്റവും ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉപ്പച്ചനാണ്. ഇതിനകത്ത് ചെയ്തോ ഇല്ലയോ എന്നുള്ള അതല്ല, അത് നമുക്കറിയത്തില്ല. 7 വർഷം കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിലെ കാർന്നവരെ പിടിക്കുമല്ലോ അല്ലേ, അച്ഛനും അമ്മയും പ്രതിയാണ്. അതാ കാരണം അവരുടെ ഉത്തരവാദിത്തം. അത് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അവരെ വേറെ വിടുവോ അങ്ങനെ എന്തെങ്കിലും. അതാണ് അതിൽ പുള്ളി പരാജയപ്പെട്ടെന്ന പുള്ളിയുടെ കഴിവുകൊണ്ടല്ല, പുള്ളി കഴിവുള്ള വ്യക്തിയില്ലേ. ഞാൻ പറഞ്ഞ പോലെ പുള്ളി ഇതിൽ ഈ കഴിവുകൾ ഭാര്യയുടെ മുന്നിൽ ഇല്ല. ഇല്ല, അതാ പറ്റിപ്പോയത്. വലിയ കഴിവുള്ളവരായിരിക്കും, പക്ഷേ ഭാര്യയുടെ മുന്നിൽ പൂച്ചയായിരിക്കും. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ഭാര്യമാരുടെ അടുത്ത് ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ല, ഇവരിങ്ങനെ ചലിച്ചോണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞ ഈ കലകപ്രിയരായ ഭാര്യയൊക്കെ ഒത്ത് താമസിക്കുന്നതിലും നല്ലത് തട്ടുമുറന്ന് താമസിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.